നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസണേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് കൂളായിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണും. ഇവിടെ ഏസ് ഓഫ് കപ്സ് എനർജിയാണോ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ അത്രയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അവരുടെ സ്നേഹം പ്യുവർ ആണെന്ന് കാണിക്കുന്നത്. അവർ അത്രയും ഇൻറ്റൻസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ റിലേഷൻ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവർ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഒരു ചീറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തൊരു പേഴ്സൺ, നിങ്ങളെ ചതിക്കാത്തൊരു പേഴ്സൺ, നിങ്ങൾക്ക് വാല്യൂ തരുന്ന ഒരു പേഴ്സൺ, ആ രീതിയിലുള്ള ഒരാളാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഒരു പേഴ്സന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന, ഒരുപാട് റിലേഷൻസ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. ഓക്കെ, ഇവിടെ അത്രയും ട്രൂത്ത്ഫുൾ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. 9 ഓഫ് വാൺസ് എനർജിയാണ്. ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഈ റിലേഷനിൽ മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം, എന്തെങ്കിലും സിറ്റുവേഷൻ കാരണം മാറി നിൽക്കുന്ന എനർജി ആയിരിക്കാം, അതല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കാതെ ഫാമിലി ഇടപെട്ട് നിങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അവർക്കൊരു സ്ട്രോങ് തീരുമാനം അല്ലെങ്കിൽ സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവർ കൺഫ്യൂസ്ഡ് ആണ്, മുന്നോട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 4 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളിപ്പം ഈ റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനാണ് കാണിക്കുന്നത്. എനിക്ക് ഈ ഒരു റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്. ചിലപ്പം അത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ വേദനിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ടൊരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ചിന്തയുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് പ്യുവർ ആയിട്ട് തന്നെയാണ് എന്നാണ് കാണിക്കുന്നത്. ദ ടവർ മൊമെന്റ് ആണ്. ഇവിടെ അത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു മനസ്സിന് അത്രയും പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള ഒരു ആഘാതം പോലെ ഈ റിലേഷൻ മുന്നോട്ട് പോവില്ല എന്നുള്ള ഒരു സൈൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയോ മറ്റുള്ളവരോ ഇടപെട്ട് റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കാൻ നോക്കുന്നതായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു മനസ്സിനെ ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വറി ചെയ്യുന്നത്, ഇവിടെ നെഗറ്റീവായിട്ട് തോട്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഇനി എനിക്ക് മുന്നോട്ട് ഈ റിലേഷൻ ഉണ്ടാവില്ല, ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിങ്സിൽ നിങ്ങൾ നിൽക്കുന്നതിന്റെ റീസൺ അതാണെന്നുള്ളതാണ്. ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ മുന്നോട്ട് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ്. അതായത് ഇപ്പോഴെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ മുന്നോട്ട് ഈ റിലേഷൻ പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവും എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു സൊല്യൂഷൻ കിട്ടും, എന്ത് ചെയ്യണം മുന്നോട്ട് എന്നുള്ളതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടുകയും റിലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. 6 ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടതാണെങ്കിൽ ആ വഴക്കിലോട്ടാണ് നിങ്ങൾ, അവരെന്നോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു, അല്ലെങ്കിൽ എന്നാലും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ ആ ഒരു വഴക്കിലോട്ട് നിങ്ങൾ ഫോക്കസ്ഡ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഒരു സൊല്യൂഷൻ എന്താണ് ഇതിന് മുന്നോട്ടുള്ളത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തായാലും ഇവിടെ നിങ്ങളിപ്പം ഈ പ്രശ്നത്തിലോട്ടുള്ള ഫോക്കസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ടൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ റിലേഷൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, നിങ്ങളുടെ പേഴ്സൺ ആ രീതിയിലാണ് റിലേഷനിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക.
അവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളോട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണുള്ളത്. അപ്പോൾ ഏത് രീതിയിലും ഇത് ഓക്കെ ആക്കി എടുക്കാൻ അവരുടെ ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ആക്ഷൻ ഉണ്ടാവുക. നിങ്ങൾ പ്രശ്നത്തിലോട്ട് നോക്കി വിഷമിച്ച് ചിന്തിച്ച് അതായത് ഒരു നെഗറ്റീവ് തോട്ട് യൂണിവേഴ്സിലോട്ട് ഇട്ട് കൊടുക്കാതിരിക്കുക. അതായത് ഇതിനൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കാതെ ഒരു ഫ്യൂച്ചർ ഏത് രീതിയിൽ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ രീതിയിൽ റിലേഷൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഈ കാർഡ് ഇങ്ങനെ കളിക്കുകയാണ്. മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരും, അല്ലെങ്കിൽ കോള് വരും. സ്നേഹത്തോടെയുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇതിങ്ങനെ തട്ടി കളിക്കുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്തുനിന്ന് കേട്ടോ. അവർ ലവ് ഈസ് റിയൽ എന്നാണ്. അതായത് നിങ്ങളുടെ സ്നേഹം അത്രയും സത്യസന്ധമായതും ആത്മാർത്ഥമായിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഈ റിലേഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബ്ലെസ്ഡ് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് നിങ്ങളെപ്പോലെ ഒരു പേഴ്സണെ കിട്ടിയത് അവരുടെ ഒരു ലൈഫിൽ അവർ ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ള ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് അവർക്കുള്ളത് നിങ്ങളെ കിട്ടിയതിൽ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മെയ്, മകീര്യം 1999, 1991, ഡിസംബർ, ലെറ്റർ ഇ, അവിട്ടം, 2000, ഏപ്രിൽ, പൂരുട്ടാതി, ഉത്രാടം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.